ഓം ശാന്തി. 20-2-26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സമ്പാദ്യത്തിൻ്റെ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പഠനത്തിൽ തന്നെയാണ് സമ്പാദ്യമുള്ളത്. ചോദ്യം: ജ്ഞാനമില്ലാതെ ഏതൊരു സന്തോഷത്തിൻ്റെ കാര്യം പോലും വിഘ്നരൂപമായി മാറുന്നു? ഉത്തരം: സാക്ഷാത്കാരം ഉണ്ടാകുന്നത് സന്തോഷത്തിൻ്റെ കാര്യമാണ്. എന്നാൽ അഥവാ യഥാർത്ഥ രൂപത്തിൽ ജ്ഞാനമില്ല എങ്കിൽ കൂടുതൽ കുഴങ്ങിപ്പോകുന്നു. ആർക്കെങ്കിലും ബാബയുടെ സാക്ഷാത്കാരമുണ്ടായി എന്ന് വിചാരിക്കൂ. ബിന്ദുവിനെ കണ്ടു എങ്കിൽ എന്ത് മനസ്സിലാക്കുവാനാണ്? കൂടുതൽ കുഴങ്ങിപ്പോകും. അതിനാൽ ജ്ഞാനമില്ലാതെ സാക്ഷാത്കാരത്തിലൂടെ ഒരു നേട്ടവുമില്ല. ഇതിൽ കൂടുതൽ മായയുടെ വിഘ്നം വരാൻ തുടങ്ങുന്നു. പലർക്കും സാക്ഷാത്കാരത്തിൻ്റെ തലകീഴായ ലഹരിയും കയറുന്നു. ഗീതം: ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. പുതിയവരും കേട്ടു, പഴയവരും കേട്ടു, കുമാരന്മാരും കേട്ടു. ഇത് പാഠശാലയാണ്. പാഠശാലയിൽ ഏതെങ്കിലുമൊക്കെ ഭാഗ്യം ഉണ്ടാക്കപ്പെടുന്നു. അവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ഭാഗ്യമുണ്ട്. ചിലർ സർജൻ ആകുന്നതിൻ്റെ, ചിലർ ബാരിസ്റ്റർ ആകുന്നതിൻ്റെ ഭാഗ്യമുണ്ടാക്കുന്നു. ഭാഗ്യത്തെ എയിം ഓബ്ജക്റ്റ് എന്ന് പറയുന്നു. ഭാഗ്യം ഉണ്ടാക്കുന്നതല്ലാതെ മറ്റെന്താണ് പാഠശാലയിൽ പഠിക്കുക? ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കറിയാം, നമ്മളും ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുകയാണ്. പുതിയ ലോകത്തിലേക്ക് വേണ്ടി തൻ്റെ രാജ്യഭാഗ്യം നേടുവാൻ വന്നിരിക്കുന്നു. ഈ രാജയോഗം പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. അത് പഴയ ലോകത്തിലേക്ക് വേണ്ടി. അവർ പഴയ ലോകത്തിലേക്ക് വേണ്ടിയാണ് ബാരിസ്റ്റർ, എഞ്ചിനീയർ, സർജൻ ആദിയായ ആകുന്നത്. അതെല്ലാമായി ഇപ്പോൾ പഴയ ലോകത്തിൽ വളരെ കുറച്ച് സമയമാണ് അവശേഷിക്കുന്നത്. അതും സമാപ്തമാകും. ആ ഭാഗ്യം ഈ മൃത്യുലോകത്തിലേക്ക് വേണ്ടിയാണ്, അതായത് ഈ ജന്മത്തേക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഈ പഠനം പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഭാഗ്യമുണ്ടാക്കി വന്നിരിക്കുകയാണ്. പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കും. ആരാണ് പഠിപ്പിക്കുന്നത്? പരിധിയില്ലാത്ത ബാബ. ആ ഒന്നിലൂടെ തന്നെയാണ് സമ്പത്ത് നേടേണ്ടത്. ഇതുപോലെ ഡോക്ടറിൽ നിന്നും ഡോക്ടർ പദവിയുടെ സമ്പത്ത് നേടുന്നു. അത് ഈ ജന്മത്തെ സമ്പത്താണ്. ഒന്നാമതായി അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. രണ്ടാമതായി സമ്പത്ത് ലഭിക്കുന്നത് തൻ്റെ പഠനത്തിൻ്റെതാണ്. ശരി, പിന്നെ എപ്പോൾ വൃദ്ധ അവസ്ഥയാകുന്നു അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നു. എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ശാന്തിധാമത്തിലേക്ക് പോകാനുള്ള ശിക്ഷണം നൽകൂ എന്ന് പറയുന്നു. നമുക്ക് സദ്ഗതി നൽകൂ. ഇവിടെ നിന്നും മാറ്റി ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ. ഇപ്പോൾ അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു, ടീച്ചറിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു ഈ ജന്മത്തേക്ക് വേണ്ടി. ബാക്കി ഗുരുവിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല. ടീച്ചറിൽ നിന്നും പഠിച്ച് എന്തെങ്കിലുമൊക്കെ സമ്പത്ത് നേടുന്നു. ടീച്ചറാകാം, സ്വിംഗ് ടീച്ചർ, അതായത് തയ്യൽ ടീച്ചർ ആകാം. കാരണം ഉപജീവനം ആവശ്യമാണല്ലോ. അച്ഛൻ്റെ സമ്പത്ത് ഉണ്ടായിരിക്കുമ്പോഴും നമ്മളും സ്വയം സമ്പാദിക്കട്ടെ എന്നതിനു വേണ്ടി പഠിക്കുന്നു. ഗുരുവിൽ നിന്നും യാതൊരു സമ്പാദ്യവും ഉണ്ടാകുന്നില്ല. പിന്നെ ചിലരൊക്കെ ഗീത നല്ല രീതിയിൽ പഠിച്ച് ഗീതയെക്കുറിച്ച് പ്രഭാഷണവും മറ്റും നടത്തുന്നു. ഇതെല്ലാം അല്പകാല സുഖത്തിന് വേണ്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ ഈ മൃത്യുലോകത്തിൽ അല്പം സമയമേ ഉള്ളൂ. പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ ലോകത്തിൻ്റെ ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുകയാണ്. ഈ പഴയ ലോകം സമാപ്തമാകണം.
പിതാവിൻ്റെയും തൻ്റെയും സ്വത്ത് ഭസ്മമായി പോകും, ഒഴിഞ്ഞ കൈയുമായി പോകും. ഇപ്പോൾ സമ്പാദ്യം വേണ്ടത് പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. പഴയ ലോകത്തിലെ മനുഷ്യർക്ക് അത് ചെയ്യിക്കുവാൻ സാധിക്കില്ല. പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പാദ്യം ചെയ്യിക്കുന്നത് ശിവ ബാബയാണ്. ഇവിടെ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഭാഗ്യം ഉണ്ടാക്കുവാനായി വന്നിരിക്കുന്നു. ആ ബാബ നിങ്ങളുടെ പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ആ ഒന്ന് വരുന്നത് സംഗമത്തിലാണ്. ഭാവിയിലേക്ക് വേണ്ടി സമ്പാദിക്കുന്നത് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ലോകത്തിലെ മനുഷ്യർ അറിയുന്നില്ല പുതിയ ലോകം വീണ്ടും എപ്പോൾ വരും എന്ന് പറയും. ഈ കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും ധാരാളമുണ്ട്. പിതാവ് പറയും പുതിയ ലോകം സ്ഥാപിക്കപ്പെടുന്നു എന്ന്. കുട്ടി പറയും ഇത് കെട്ടുകഥയാണ് എന്ന്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഇത് നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ വരുന്നത് തന്നെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുവാനാണ്. ആരെങ്കിലും ഭാഗ്യമുണ്ടാക്കുന്നില്ല എങ്കിൽ ഒന്നും മനസ്സിലാക്കാത്തതുപോലെയാണ്. ഒരേ വീട്ടിൽ സ്ത്രീ, അതായത് പത്നി പഠിക്കുന്നു, പുരുഷൻ പഠിക്കുകയില്ല. കുട്ടികൾ പഠിക്കും, മാതാപിതാക്കൾ പഠിക്കുകയില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ അനേകം കുടുംബങ്ങൾ വന്നു. എന്നാൽ മായയുടെ കൊടുങ്കാറ്റേൽക്കുന്നതിലൂടെ ആശ്ചര്യത്തോടെ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തവർ ബാബയെ ഉപേക്ഷിച്ചു പോയി. ആശ്ചര്യത്തോടെ കേൾക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ബാബയുടേതാകും പഠനം പഠിക്കും. എന്നിട്ടും ഹാ കഷ്ടം, ഡ്രാമയുടെ ശക്തി. ബാബ സ്വയം പറയുന്നു ഹാ കഷ്ടം ഡ്രാമ, ഹാ കഷ്ടം മായ. ഡ്രാമയുടെ തന്നെ കാര്യമായില്ലേ? സ്ത്രീയും പുരുഷനും പരസ്പരം ഡൈവേഴ്സ് ചെയ്യുന്നു. കുട്ടികൾ അച്ഛനെ തള്ളിക്കളയുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഡൈവോഴ്സ് കൊടുക്കാൻ സാധിക്കില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ കുട്ടികളെ സത്യമായ സമ്പാദ്യം ചെയ്യിക്കുവാനാണ്. ബാബ ആരെയും കുഴിയിൽ വീഴ്ത്തുകയൊന്നുമില്ല. ബാബ പതീത പാവനാണ്, ദയാഹൃദയനാണ്. ബാബ വന്ന് ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ഗൈഡായി കൂടെ കൊണ്ടുപോകുന്നവനാണ്. ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകും എന്ന് ഏതെങ്കിലും ലൗകിക ഗുരു പറയുകയില്ല. അങ്ങനെയുള്ള ഗുരുവിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഗുരുക്കന്മാരോട് നിങ്ങൾ ചോദിക്കൂ. താങ്കൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നെ ഈ ഫോളോവേഴ്സിനെയും കൂടെ കൊണ്ടുപോകുമോ? ഞാൻ ഫോളോവേഴ്സിനെ കൂടെ കൊണ്ടുപോകും എന്ന് ഒരിക്കലും ആരും പറയുകയില്ല. ഇതുണ്ടാവുക സാധ്യമല്ല. ഞാൻ നിങ്ങളേവരെയും നിർവാണധാമത്തിലേക്ക് അഥവാ മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഒരിക്കലും ആർക്കും പറയുവാൻ സാധിക്കില്ല. നമ്മളെ അങ്ങ് കൂടെ കൊണ്ടുപോകുമോ എന്ന ചോദ്യം പോലും ആർക്കും ചോദിക്കുവാൻ കഴിയില്ല. ശാസ്ത്രങ്ങളിലുണ്ട് ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. കൊതുകുകളെ പോലെ എല്ലാവരും പോകുന്നു. സത്യയുഗത്തിൽ മനുഷ്യർ കുറവായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ അനേകം മനുഷ്യരുണ്ട്. ശരീരം ഉപേക്ഷിച്ച് ബാക്കി ആത്മാക്കൾ കണക്ക് സമാപ്തമാക്കി പോകും. തീർച്ചയായും ഓടിപ്പോകണം. ഇത്രയും മനുഷ്യർക്ക് ഇരിക്കുവാൻ കഴിയില്ല. കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. താങ്കൾ മരിക്കുമ്പോൾ ലോകം മരിച്ചു. സ്വയം കേവലം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കണം. ഈ ലോകവും പഴയതാണ്. പഴയ വീട്ടിലിരിക്കുമ്പോൾ മുന്നിൽ പുതിയ വീട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ബുദ്ധി പുതിയ വീടിൻ്റെ നേർക്ക് പോകും. ഇതിൽ ഇതുണ്ടാക്കൂ, ഇത് ചെയ്യൂ എന്നെല്ലാം. മമത്വം മുഴുവൻ
പഴയതിൽ നിന്നും മാറി പുതിയതിൽ യോജിക്കുന്നു. അതായി പരിധിയുള്ള കാര്യങ്ങൾ. ഇതാണ് പരിധിയുള്ള ലോകത്തിൻ്റെ കാര്യങ്ങൾ. പഴയ ലോകത്തിൽ നിന്നും മമത്വം മാറ്റണം, പുതിയ ലോകത്തിൽ ചേർക്കണം. ഈ പഴയ ലോകം ഇല്ലാതാകണം എന്ന് അറിയുന്നുണ്ട്. പുതിയ ലോകമാണ് സ്വർഗം. അതിൽ നമ്മൾ രാജപദം നേടുന്നു. എത്ര യോഗത്തിലിരിക്കുമോ, ജ്ഞാനം ധാരണ ചെയ്യുമോ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുമോ, അത്രയും സന്തോഷത്തിൻ്റെ രസം കയറും. വളരെ വലിയ പരീക്ഷയാണ്. നമ്മൾ സ്വർഗത്തിലെ 21 ജന്മത്തേക്ക് വേണ്ടി സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ധനികരാകുന്നത് നല്ലതാണല്ലോ. ദീർഘായുസ് ലഭിക്കുന്നുവെങ്കിൽ നല്ലതല്ലേ? എത്രത്തോളം സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കുമോ, തനിക്ക് സമാനമാക്കി മാറ്റുമോ, അത്രയും നേട്ടമാണ്. രാജാവാകണമെങ്കിൽ പ്രജയും ഉണ്ടാക്കണം. എക്സിബിഷനിൽ എത്രയും അനേകം പേർ വരുന്നു, അവർ മുഴുവൻ പ്രജയാകും. കാരണം ഈ അവിനാശി ജ്ഞാനം വിനാശമാകുന്നില്ല. പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകണം എന്നത് ബുദ്ധിയിൽ വരും. പുരുഷാർത്ഥം കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പ്രജയിൽ ഉയർന്ന പദവി നേടും. ഇല്ലെങ്കിൽ കുറഞ്ഞ പദവിയുള്ള പ്രജയാകും. നമ്പർ വാർ ആയിരിക്കുന്നുവല്ലോ. രാമരാജ്യത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. രാവണ രാജ്യത്തിൻ്റെ വിനാശമുണ്ടാകും. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ദേവതമാരാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ സദോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയാകും. രാജാവും പ്രജയും എല്ലാവരും അധികാരികളാണ്. പ്രജയും പറയും, നമ്മുടെ ഭാരതം ഏറ്റവും ഉയർന്നതാണ്. തീർച്ചയായും ഭാരതം വളരെ ഉയർന്നതായിരുന്നു. ഇപ്പോഴല്ല, തീർച്ചയായും ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ തീർത്തും ദരിദ്രമായി പോയി. പ്രാചീന ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു. നിങ്ങൾക്കറിയാം, തീർച്ചയായും നമ്മൾ ഭാരതവാസികൾ ഏറ്റവും ഉയർന്ന ദേവീ ദേവതാ കുലത്തിലേതായിരുന്നു. മറ്റാരെയും ദേവത എന്ന് പറയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇത് പഠിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണമല്ലോ. നിങ്ങളുടെ അടുക്കൽ ചിത്രവുമുണ്ട്. നിങ്ങൾക്ക് തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇവർ ഈ പദവി എങ്ങനെയാണ് നേടിയത്. തിഥിയും തീയതിയും സഹിതം നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും ഈ പദവി ശിവ് ബാബയിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നു. ആ ഒന്നിൻ്റെ ചിത്രവുമുണ്ട്. ശിവൻ പരംപിത പരമാത്മാവാണ്. ബാബ പറയുന്നു, ബ്രഹ്മാവിലൂടെ നിങ്ങൾക്ക് യോഗബലത്തിലൂടെ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നു. സൂര്യവംശിയും ദേവീ ദേവതയും വിഷ്ണുപുരിയുടെ അധികാരിയും നിങ്ങൾക്ക് ആകുവാൻ സാധിക്കും. ശിവ് ബാബ ദാതയാകുന്ന ബ്രഹ്മാവിലൂടെ ഈ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഈ ബ്രഹ്മാവിൻ്റെ ആത്മാവ് കേൾക്കുന്നു. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. മുഖ്യ കാര്യം തന്നെ ഇതാണ്. ശിവന്റെ ചിത്രം കാണിക്കുന്നു. ഈ ചിത്രം പരംപിത പരമാത്മാ ശിവന്റേതാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കർ സൂക്ഷ്മവദനത്തിലെ ദേവതമാരാണ്. പ്രജാപിത ബ്രഹ്മ തീർച്ചയായും ഇവിടെയാണ് വേണ്ടത്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ബ്രഹ്മകുമാർ കുമാരിമാർ അനേകമുണ്ട്. ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ആകാത്തത് വരെയും ബ്രാഹ്മണനാകുന്നില്ല. അപ്പോൾ ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് എങ്ങനെ നേടും? വികാരത്തിലൂടെയുള്ള ജന്മമുണ്ടാവുക സാധ്യമല്ല. മുഖവംശാവലി എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ പറയും, നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലിയാണ്. അവർ ഗുരുക്കന്മാരുടെ ഫോളോവേഴ്സാണ്. ഇവിടെ നിങ്ങൾ ആ ഒന്നിനെ തന്നെ അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ പറയുന്നില്ല. ശിവ് ബാബ നിരാകാരനുമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നു.
ആ ടീച്ചറും നിരാകാരമാണ്, സാകാരത്തിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്. ആത്മാവ് പറയുന്നു, എൻ്റെ ശരീരത്തെ ശല്യം ചെയ്യരുത്. ആത്മാവ് ദുഃഖിതനാകുമ്പോൾ അറിവ് നൽകപ്പെടുന്നു. വിനാശം മുന്നിൽ നിൽക്കുമ്പോൾ പാരലൗകിക പിതാവ് വരുന്നത് തന്നെ അന്തിമത്തിലാണ്, സർവരെയും തിരിച്ചു കൊണ്ടുപോകുവാനായി. ബാക്കി എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം വിനാശമാകാൻ പോകുന്നു. ഇതിനെ പറയുന്നത് മൃത്യുലോകം എന്നാണ്. സ്വർഗം ഇവിടെ ഭൂമിയിൽ തന്നെ ആയിരിക്കും. ദിൽവാല ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകളിലാണ് സ്വർഗം. ഇല്ലെങ്കിൽ എവിടെ കാണിക്കുവാനാണ്? മുകളിൽ ദേവതമാരുടെ ചിത്രം കാണിച്ചിരിക്കുന്നു. അവർ ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണല്ലോ. മനസ്സിലാക്കിച്ചു കൊടുക്കാനും വലിയ യുക്തി ആവശ്യമാണ്. ക്ഷേത്രങ്ങളിൽ പോയി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇത് ശിവ് ബാബയുടെ സ്മാരകമാണ്. ആ ശിവ് ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശിവൻ വാസ്തവത്തിൽ ബിന്ദുവാണ്. എന്നാൽ ബിന്ദുവിനെ എങ്ങനെ പൂജിക്കും? ഫലങ്ങളും പുഷ്പങ്ങളും എങ്ങനെ അർപ്പിക്കും? അതിനാൽ വലിയ രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്രയും ഒന്നുമില്ല. ഭൃഗുടിയുടെ മധ്യത്തിൽ വേറിട്ട നക്ഷത്രം തിളങ്ങുന്നു എന്ന് പാടപ്പെടുന്നുമുണ്ട്. അതിസൂക്ഷ്മമാണ്, ബിന്ദുവാണ്. വലിയ വസ്തുവായിരുന്നെങ്കിൽ സയൻസിൻ്റെ മേഖലയിൽ ഉള്ളവരും മറ്റും ഉടൻ അതിനെ പിടികൂടിയേനെ. 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനല്ല, അങ്ങനെയൊന്നുമല്ല. ചില ഭക്തരായ ആളുകൾ വരുന്നുണ്ടല്ലോ, നമുക്ക് ഈ മുഖം കാണപ്പെടുന്നു എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അവർക്ക് പരംപിത പരമാത്മാവിൻ്റെ പൂർണ്ണ പരിചയം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഭാഗ്യം തന്നെ തുറന്നിട്ടില്ല. ബാബയെ അറിയാത്തതുവരെയും ഞാൻ ആത്മാവ് ബിന്ദു സമാനമാണ്, ശിവ് ബാബയും ബിന്ദുവാണ്, ആ ഒന്നിനെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നതും മനസ്സിലാവുകയില്ല. ഇങ്ങനെ മനസ്സിലാക്കി ഓർമ്മിക്കുമ്പോഴാണ് വികർമ്മം വിനാശമാകുന്നത്. ബാക്കി ഇത് കാണപ്പെടുന്നു, ഇങ്ങനെ കാണപ്പെടുന്നു, അങ്ങനെ കാണപ്പെടുന്നു, ഇവയെല്ലാം മായയുടെ വിഘ്നം എന്ന് പറയാം. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണ്. നമുക്ക് ബാബയെ ലഭിച്ചു. ബാബ പറയുന്നു, ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരം കണ്ട് വളരെയധികം സന്തോഷത്തിൽ നൃത്തമാടുകയും മറ്റും ചെയ്യുന്നു. പക്ഷേ അതിലൂടെ സദ്ഗതിയൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാക്ഷാത്കാരങ്ങൾ അനായാസം ഉണ്ടാകുന്നു. അഥവാ നല്ല രീതിയിൽ പഠിക്കുന്നില്ല എങ്കിൽ പ്രജാപദവിയിലേക്ക് പോകും. സാക്ഷാത്കാരത്തിൻ്റെയും നേട്ടം ഉണ്ടാകണമല്ലോ. ഭക്തിമാർഗത്തിൽ വളരെയധികം പ്രയത്നിക്കുന്നു, അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവിടെ അല്പം പ്രയത്നിച്ചാൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു, എന്നാൽ നേട്ടമില്ല. കൃഷ്ണപുരിയിൽ സാധാരണ പ്രജയോ മറ്റോ പോയി ആകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവബാബ നമ്മളെ ഈ നോളജ് കേൾപ്പിക്കുകയാണ്. ബാബയുടെ ആജ്ഞയാണ് തീർച്ചയായും പവിത്രമാകണം. എന്നാൽ ചിലർക്ക് പവിത്രമായി പോലും ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഇടയ്ക്ക് പതീതരും ഇവിടെ ഒളിച്ച് വന്നിരിക്കുന്നു. അവർ തനിക്കു തന്നെ നഷ്ടമുണ്ടാക്കുന്നു, സ്വയം തന്നെ ചതിക്കുന്നു. ബാബയെ ചതിക്കുന്ന കാര്യമേ ഇല്ല. ബാബയോട് ചതിവ് കാണിച്ച് എന്തെങ്കിലും പൈസ നേടേണ്ടതുണ്ടോ? ശിവ് ബാബയുടെ ശ്രീമത്തിലൂടെ നിയമം അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ എന്തവസ്ഥയുണ്ടാകും? ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കും. പഠിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒന്നാമതായി വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. രണ്ടാമതായി പദവിയും ഭ്രഷ്ടമായി പോകും. ഒരു നിയമവിരുദ്ധമായ കാര്യവും ചെയ്യുവാൻ പാടില്ല. നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല എന്ന് ബാബ മനസ്സിലാക്കിക്കുമല്ലോ. ബാബയാണെങ്കിൽ സമ്പാദിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നെ ആർക്കെങ്കിലും ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് അവരുടെ ഭാഗ്യം. ശിക്ഷകൾ അനുഭവിച്ച് തിരികെ ശാന്തിധാമത്തിലേക്ക് പോവുക തന്നെ വേണം. പദവി ഭ്രഷ്ടമായി പോകും, ഒന്നും ലഭിക്കുകയില്ല. ധാരാളം പേർ വരുന്നു, എന്നാൽ ഇവിടെ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്ന കാര്യമാണ്. കുട്ടികൾ പറയുന്നു, ബാബ
നമ്മൾ സ്വർഗത്തിൻ്റെ സൂര്യവംശി രാജപദവി നേടും. രാജയോഗമാണല്ലോ. സ്റ്റുഡൻസ് സ്കോളർഷിപ്പും നേടുന്നില്ലേ? പാസ്സാകുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. ആരാണോ സ്കോളർഷിപ്പ് നേടിയത് അവരുടേതാണ് ഈ മാല. എത്രത്തോളം എങ്ങനെ പാസ്സാകുമോ അതേപോലെ സ്കോളർഷിപ്പ് ലഭിക്കും. ഈ മാല തയ്യാറാക്കപ്പെട്ടതാണ്. സ്കോളർഷിപ്പ് നേടിയവരുടെ വർധനവ് ഉണ്ടായി ആയിരങ്ങളാകുന്നു. രാജപദവിയാണ് സ്കോളർഷിപ്പ്. ആരാണോ നല്ല രീതിയിൽ പഠനം പഠിക്കുന്നത് അവർക്ക് ഗുപ്തമായി ഇരിക്കുവാൻ സാധിക്കില്ല. വളരെയധികം പുതിയവരും പഴയവരേക്കാൾ മുന്നിൽ പോകും. നോക്കൂ, ചില പെൺകുട്ടികൾ വരുന്നു, പറയുന്നു, നമുക്ക് ഈ പഠനം വളരെ നല്ലതായി തോന്നുന്നു. നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഈ ഭൗതിക പഠനത്തിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഈ പഠനത്തിൽ മുഴുകും. തൻ്റെ ജീവിതം വജ്രതുല്യമാക്കും. നമ്മൾ നമ്മുടെ സത്യമായ സമ്പാദ്യം ചെയ്ത് 21 ജന്മത്തേക്ക് സമ്പത്ത് നേടും. എത്ര സന്തോഷമുണ്ടാകുന്നു! ഈ സമ്പത്ത് ഇപ്പോഴെടുത്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല എന്നറിയുന്നുണ്ട്. പഠനത്തിൻ്റെ താല്പര്യമുണ്ടായിരിക്കുന്നുവല്ലോ. ചിലർക്കാണെങ്കിൽ മനസ്സിലാക്കാനുള്ള താല്പര്യം അല്പം പോലുമില്ല. പുതിയവർക്കുള്ള അത്ര താല്പര്യം പഴയവർക്കില്ല. ഡ്രാമ അനുസരിച്ച് ഭാഗ്യത്തിലില്ല എന്ന് പറയും. അപ്പോൾ ഭഗവാനും എന്തു ചെയ്യുവാനാണ്? ടീച്ചറാണെങ്കിൽ പഠിപ്പിക്കുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ കുറവുകളെ ഒളിപ്പിക്കുന്നതും സ്വയം തന്നെ ചതിക്കലാണ്. അതിനാൽ ഒരിക്കലും സ്വയം തന്നോട് ചതിവ് കാണിക്കരുത്. തൻ്റെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നതിനായി നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യരുത്. പഠനത്തിൻ്റെ താല്പര്യം വയ്ക്കണം. തനിക്ക് സമാനമാക്കുന്ന സേവനം ചെയ്യണം. വരദാനം: അമൃതവേളയിലെ സഹായത്തിലൂടെയും ശ്രീമത്തിൻ്റെ പാലനയിലൂടെയും സ്മൃതിയെ സമർത്ഥമാക്കുന്ന സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. തൻ്റെ സ്മൃതിയെ സമർത്ഥമാക്കണമെങ്കിൽ അഥവാ സ്വതവേ സ്മൃതി സ്വരൂപം ആകണമെങ്കിൽ അമൃതവേളയിലെ സമയത്തിൻ്റെ വാല്യൂ അറിയൂ. ശ്രീമത്ത് എങ്ങനെയാണോ അതനുസരിച്ച് സമയത്തെ തിരിച്ചറിഞ്ഞ് സമയത്തിനനുസരിച്ച് നടക്കൂ. അപ്പോൾ സഹജമായി സർവപ്രാപ്തികളും നേടാൻ സാധിക്കും. പ്രയത്നത്തിൽ നിന്നും മുക്തമാവുകയും ചെയ്യും. അമൃതവേളയുടെ മഹത്വം മനസ്സിലാക്കി നടക്കുന്നതിലൂടെ ഓരോ കർമ്മവും മഹത്വത്തിന് അനുസൃതമായിരിക്കും. ആ സമയത്ത് വിശേഷിച്ച് സൈലൻസ് നിലനിൽക്കുന്നു. അതിനാൽ സഹജമായി സ്മൃതിയെ സമർത്ഥമാക്കുവാൻ സാധിക്കും. സ്ലോഗൻ: ഓർമ്മയിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും മായാജീത് ആകുന്നവർ തന്നെയാണ് സദാ വിജയി. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സംഘടിത രൂപത്തിൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ പരസ്പര സമ്പർക്കത്തിൻ്റെ ഭാഷ അവ്യക്ത ഭാവത്തിൻ്റേത് ആയിരിക്കണം. ഫരിസ്തകൾ അഥവാ ആത്മാക്കൾ ആത്മാക്കളോട് സംസാരിക്കുന്നത് പോലെ. ഇതിനു വേണ്ടി കേട്ടതായ ആരുടെയെങ്കിലും തെറ്റിനെ സങ്കല്പത്തിൽ പോലും സ്വീകരിപ്പിക്കുകയും അരുത്. ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ബാബയുടെ ശുഭകാമനയായ ഏകമത സംഘടന എന്നത് പ്രാക്ടിക്കലിൽ ഉണ്ടാവുകയും താങ്കളിലൂടെ ബാബ പ്രത്യക്ഷമാവുകയും ചെയ്യും. ഓം ശാന്തി.
മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.